ഹായ് എവരി വൺ, ബിയോണ്ട് ദ പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടല്ല. നമുക്ക് തിരക്ക് പിടിച്ച സമയങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഈസി മെത്തേഡ് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാനിന്ന് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് മാസങ്ങളോളൊക്കെ ഫ്രിഡ്ജിൽ അതിൻ്റെ ഫ്രഷ്നെസ് ഒന്നും പോകാതെ തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ ഇവിടെ 1/2 കിലോ വെളുത്തുള്ളിയും 1/2 കിലോ ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് മിക്സിക്കും കേടാവില്ല, പിന്നെ നല്ലപോലെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇത് കഴുകിയിട്ട് നല്ല വെള്ളം തോർത്തിയെടുക്കണം. ഒരു തോർത്തോ ടവൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഞാൻ മിക്സിൻ്റെ നമ്മൾ പൊടിക്കുന്ന ജാറുണ്ടല്ലോ, അത് അത്യാവശ്യം വലിയൊരു ജാറാണ്. അപ്പോൾ ഇതിലിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അരച്ചെടുക്കല്ല ഞാൻ ചെയ്യുന്നത്, ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ കല്ലിലൊക്കെ ഇട്ടിട്ട് കുത്തിയെടുക്കൂലേ, അതുപോലെ ആക്കിയിട്ട് അരച്ചെടുത്തിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചപ്പോൾ കുറേയൊക്കെ ദിവസം കഴിയുമ്പോൾ അതൊരു പച്ച കളറൊക്കെ വരുന്ന പോലെ, അപ്പോൾ അത് അത്ര ഒരു നല്ലതായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് മിക്സിൻ്റെ ഈ ബട്ടണ് ഞെക്കി കൊടുത്തിട്ട് ഇങ്ങനെ ബാക്ക് ബട്ടൺ ഉണ്ടല്ലോ, അത് ഞെക്കിയിട്ട് ഇങ്ങനെ പൾസ് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുകളിലുള്ള ഭാഗമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ബ്ലേഡിൻ്റെ അടിയിൽ കുടുങ്ങിക്കിടക്കുന്നത് നമുക്കൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം കുറേ ഇട്ടതല്ലേ, അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഈ ബ്ലേഡിൻ്റെ അടിയിൽ കുറച്ചൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ അതൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. എൻ്റെ മിക്സിയിൽ അങ്ങനെ വെള്ളമില്ലാതെ തന്നെ അരച്ചെടുക്കാൻ പറ്റും. ഇനി നിങ്ങളൊക്കെ മിക്സിയിൽ എങ്ങനെയാണോ അരച്ചെടുക്കാൻ പറ്റുക ആ രീതിയിൽ വെള്ളം ചേർത്തിട്ടാണെങ്കിൽ ഒരു സ്പൂണ് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്, ഇത് ഒരുപാട് ലൂസായിട്ടും പോകും. അപ്പോൾ ഞാൻ നമ്മളെ കല്ലിലൊക്കെ ചതക്കിയെടുക്കുന്ന ആ ഒരു രീതിക്കാണ് ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു വെള്ളമൊന്നും ഇല്ലാത്തൊരു ബൗളിൽ തന്നെ ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളമൊക്കെ ഇല്ലാത്ത ബൗളിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുന്നത് ഇത് ഒരുപാട് ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമല്ല, അപ്പോൾ കേടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫ്രീസറിലാണ് സൂക്ഷിക്കുക. ഇപ്പം എല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടെ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുഴുവനായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 1/2 കിലോ വെളുത്തുള്ളിയും 1/2 കിലോ ഇഞ്ചിയും കൂടെ അരച്ചിട്ട് എനിക്ക് ഇത്ര കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇത് ഒരു സ്പൂൺ എടുത്തിട്ട് അതിൽ നിറയെ ഇങ്ങനെ ഈ പേസ്റ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടില്ലേ, അപ്പോൾ അതിന് നമുക്ക് എളുപ്പമാവും ഈ ഒരു രീതിക്ക് ചെയ്തെടുത്താൽ. നമ്മൾ കറക്റ്റ് അളവ് കിട്ടും. 1 ടീസ്പൂണൊക്കെ ഇടാന്ന് പറയുമ്പോൾ ആ ഒരു അളവിന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് ഇതുപോലെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമ്മളിങ്ങനെ ഉരുട്ടി കൊടുക്കുക. ഇതിൽ ഉള്ള ഈ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്കിതിങ്ങനെ ഉരുട്ടിയാൽ നല്ല ബോളായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചാലൊരു ഉപകാരം, 1 ടീസ്പൂണ് അങ്ങനെയൊക്കെ ഇടാനുള്ള അളവ് നമുക്ക് കറക്റ്റിന് കിട്ടും. അപ്പോൾ അത് മൊത്തത്തിൽ ഞാൻ ഇതേപോലെ 2 പ്ലേറ്റിൽ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ഒരു 2-3 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് എടുത്തതാണിത്. ഇനി നമുക്ക് ഇതൊരു സിപ്പ് ലോക്ക് ബാഗിൽ ആക്കിയിട്ട് വീണ്ടും ഫ്രീസറിൽ സൂക്ഷിച്ചാൽ നമ്മൾ ആവശ്യത്തിന് ഇതിൽ നിന്ന് ഓരോ ബോളുകളായിട്ട് എടുത്താൽ മതി. നമ്മൾ മൊത്തത്തിൽ ഇതേപോലെ ബാഗിലാക്കി വെക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരുപാട് ടൈം മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെക്കേണ്ടി വരും. ചെറുതായിട്ട് ഐസ് ഉണ്ടാവുമല്ലോ, അത് വിട്ട് വെക്കാൻ. ഇങ്ങനെ ആകുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്താൽ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ 1 ടീസ്പൂൺ ഇടാറ് വരുമ്പോൾ ഇതിലൊരു ബോൾ എടുത്തിട്ടാൽ മതി. നമുക്ക് കറക്റ്റ് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചാൽ നമുക്കത് കറക്റ്റ് അളവിന് എടുക്കാൻ പറ്റും. മറ്റേത് തണുപ്പ് വിട്ടിട്ട് സ്പൂൺ കൊണ്ട് അതിൽ നിന്ന് കോരിയെടുക്കണം. ഇപ്പോൾ ഈ ഒരു സിപ്പ് ലോക്ക് ബാഗിൽ ഞാൻ ഇത്രയും നിറച്ചിട്ടുണ്ട്.
ബാക്കി വരുന്നത് ഇതാണ്. ഇത് ഞാനൊരു ചെറിയ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് മറ്റേത് ഫ്രീസറിലും വെച്ച് ഈ സിബ് ലോക്കിലുള്ളത്. കാരണം ഫസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആ പ്ലേറ്റിലുള്ളത്. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കുക. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഈ ഒരു രീതിക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് അളവിന് ഇതെടുക്കാനും കഴിയും. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ ഇത് ഫ്രീസറിലും വേണം സൂക്ഷിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.